നമസ്കാരം. 12ാം തരം തുല്യതാ കോഴ്സിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ടു ദ അൺനോൺ എന്നാണ് ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. ഈ യൂണിറ്റ് ചർച്ച ചെയ്യുന്നത് യാത്രയെ പറ്റിയാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശവുമായിട്ടോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സന്തോഷത്തിന് വേണ്ടിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. ശരി, എന്തിനാണ് നമ്മൾ ഇപ്പം ഒരു നിശ്ചിതമായ ആവശ്യത്തിന് വേണ്ടിയുള്ള ഹ്രസ്വദൂര യാത്രകളല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അനുഭവത്തിന് വേണ്ടി, അതല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായി പഠിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിലേക്ക് സ്കൂളിലേക്കുള്ള യാത്രയല്ല, നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുന്നതിന് വേണ്ടി ഒക്കെ ഉള്ള യാത്രകളെ പറ്റിയാണ് ഈ യൂണിറ്റ് ടു ദ അൺനോൺ. അപ്പം ശരി, ഈ യാത്രകൾ കൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്കൊരു പുത്തൻ ഉണർവ് നൽകാൻ യാത്രകൾക്ക് കഴിയുന്നു. അതുപോലെ പുതിയ ആളുകൾ, പുതിയ സംസ്കാരം, പുതിയ ചിന്തകൾ, പുതിയ ആഹാര രീതി, പുതിയ വസ്ത്രധാരണ രീതി, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഒരു യാത്ര എന്ന് പറയുന്നത് എത്ര പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാളും വലിയ അറിവാണ് ഒരു യാത്ര കൊണ്ട് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും, നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം മനുഷ്യരാണെന്നും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണെന്നും അവരെല്ലാം ജീവിക്കുന്നത് നമ്മളെപ്പോലെ തന്നെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഓരോ യാത്രകളും നമ്മളെ സഹായിക്കുന്നു. അപ്പം ഈ യാത്രകളെ പറ്റിയുള്ള ഒരു 3 ലെസൺസ് ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ അതിൽ പഠിക്കുന്നത് R.L. സ്റ്റീവൻസൺ എന്ന സ്കോട്ട്ലാൻഡ് പരമായിട്ട് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പം ഞാനെപ്പോഴും യാത്ര പോകുന്ന സമയത്ത് എപ്പോഴും മനസ്സിലെപ്പോഴും സൂക്ഷിക്കുന്ന ഒരു വരിയുണ്ട്. അത് മലേഷ്യൻ ചലച്ചിത്ര സംവിധായകനായ ജോഷഫ് ഫെർണാണ്ടസ് അദ്ദേഹത്തിന്റെ ഒരു മാർവലസ് ട്രാവൽ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കവിതയിൽ വരിയാണ്, I travel with a thought that something new would spring into my eyes. ഹൊറോസ്കോപ്പ്. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് എന്തെങ്കിലും പുതുതായി ഒന്ന് എന്റെ ജാതകത്തിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വേണം. അവിടെ നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ ഏറ്റവും മോശമായതോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. പക്ഷെ ആ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസുകളാണ്, നമ്മുടെ അനുഭവങ്ങളാണ്. അങ്ങനെ പുതിയ അനുഭവങ്ങൾ വേണം എന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ബാക്കിയെല്ലാം നമ്മൾ മാറ്റിവെച്ച് വേണം നമ്മൾ യാത്ര ചെയ്യാനെന്നാണ് ജോഷഫ് ഫെർണാണ്ടസിന്റെ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കവിതയാണ് ട്രാവൽ എന്ന് പറയുന്നത്. അപ്പം ഒരുപക്ഷെ കുട്ടിയായിരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ നിന്ന് അദ്ദേഹം എഴുതിയതാകാം ഈ കവിത. അതായത് ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വായിച്ചതോ അറിഞ്ഞതോ കേട്ടതോ ഒക്കെ ആയ ഒരു കുറേയധികം സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹങ്ങളെ അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ, നമ്മളോട് സംവദിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇത് നമുക്കും ഉള്ളതാണ്. നമ്മളെല്ലാവരും, നമ്മൾ പല സ്ഥലങ്ങളെ നമ്മൾ വായിക്കുന്നവരാണെങ്കിൽ തന്നെ പലർക്കും അത് തോന്നും. നമ്മൾ വായിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥയിൽ ചില സ്ഥലങ്ങൾ പറയും. അപ്പൊ ആ സ്ഥലത്തൊക്കെ പോകണം നമുക്ക് ആഗ്രഹം തോന്നും. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ടു ദ അൺനോൺ. ഈ യൂണിറ്റ് ആരംഭിക്കുന്നത് പ്രശസ്തനായ ഇംഗ്ലീഷ് കവി റോബർട്ട് ഫ്രോസ്റ്റിന്റെ 4 വരികളിലാണ്. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രശസ്തമായ കവിതയായ സ്റ്റോപ്പ് വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്ന കവിതയിലെ 4 വരികളാണ്. ഒരു കുതിരവണ്ടിക്കാരൻ ഒരു വലിയ യാത്ര ചെയ്തു വരികയാണ്. ഒരു കാടിനടുത്തുള്ള ഒരു ഫാം ഹൗസിൻ്റെ അടുത്ത് തൻ്റെ കുതിരയെ കെട്ടി അദ്ദേഹം വിശ്രമിക്കുന്നു. കാടിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തെ മോഹിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ തുടരാനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തോട് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹത്തെ അവിടെ തുടരാനായിട്ട് അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന് പോയേ കഴിയുള്ളൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കാട് വളരെ സുന്ദരമാണ്, മനോഹരമാണ്, ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ്. എനിക്ക് വാഗ്ദാനങ്ങളേറെ പാലിക്കാനുണ്ട്. അതുകൊണ്ട്
എനിക്ക് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, ഉറങ്ങുന്നതിന് മുൻപ് എനിക്ക് കാതങ്ങളേറെ സഞ്ചരിക്കുവാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ വരികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അവസാനമായി കുറിച്ചിട്ട വരികളും ഇത് തന്നെയായിരുന്നു. തൻ്റെ ഈ യൂണിറ്റിൽ 3 ലെസൺസാണ് നമുക്ക് പഠിക്കാനുള്ളത്. R.L. സ്റ്റീവൻസൻ്റെ ട്രാവൽ എന്ന പോയം, S.K. പൊറ്റക്കാടിൻ്റെ ദ ഗിഫ്റ്റ് എന്ന കഥ, പിന്നെ മോറിസ് ഹെർസോഗ് എന്ന പർവ്വതാരോഹകൻ്റെ ഒരു ട്രാവലോഗ്. ഒരു പ്രൊഫൈൽ നോക്കാം. R.L. സ്റ്റീവൻസൺ, അദ്ദേഹം ജനിച്ചത് 1850, അന്തരിച്ചത് 1894. He was a well-known Scottish poet, travel writer, essayist and novelist. അദ്ദേഹം അറിയപ്പെടുന്ന സ്കോട്ട്ലൻഡുകാരനായ കവിയാണ്, ട്രാവൽ റൈറ്ററാണ്, ഉപന്യാസങ്ങൾ എഴുതുന്നയാളാണ്, അതുപോലെ തന്നെ നോവലിസ്റ്റാണ്. Owing to the charm of his storytelling, he was popularly known as the teller of stories. അദ്ദേഹത്തിന് കഥ പറയാനൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അതുകൊണ്ട് അറിയപ്പെടുന്ന പേര് ദ ടെല്ലർ ഓഫ് സ്റ്റോറീസ്, കഥ പറച്ചിലുകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. He was an inveterate tourist and hence travel writing constitutes a significant part of his literary output. അദ്ദേഹം അതുപോലെ തന്നെ ഒരു സ്ഥിരം യാത്രികനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് യാത്രാ വിവരണങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇവയാണ്: ദ ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൾ ഹൈഡ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളായിരുന്നു. ഈ കവിത, ദ പോയം ട്രാവൽ ഈസ് ടേക്കൺ ഫ്രം ഹിസ് കളക്ഷൻ ഓഫ് പോയംസ് ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്. ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ട്രാവൽ എന്ന കവിത. In this poem, he reveals how much he likes to travel through the different parts of the world, especially to an abandoned city in Egypt. ഈ കവിതയിൽ അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള താല്പര്യത്തെ അദ്ദേഹം ഈ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരിക്കാം അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു അബാൻഡൻഡ് സിറ്റി, ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരം കാണുവാൻ അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളെയാണ് നമ്മുടെ മുന്നിൽ ഈ കവിതയിലൂടെ അദ്ദേഹം സംവദിക്കുന്നത്. And go where the golden apples grow, bare below another sky parrot islands anchored lie, and watched by cockatoos and goats, lonely cruisers building boats, bare in sunshine reaching out, eastern cities miles about, are with mosque and minaret, among sandy gardens set, and the rich goods from far and near and far hang for sale in the bazaar. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം എഴുന്നേറ്റ് യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നു. എങ്ങോട്ടേക്കാണ്? വേർ ദ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ, സ്വർണ്ണ ആപ്പിളുകൾ വിളയുന്ന സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നു. ഈ സ്വർണ്ണ ആപ്പിൾ എന്ന് പറയുന്നത് ഒരു റെഫറൻസാണ് റോമൻ മിത്തോളജി എന്ന് വെച്ചാൽ ഐതിഹ്യം. റോമൻ ഐതിഹ്യത്തിൽ ഉള്ള ഒരു ഹീറോയാണ് ഹെർക്കുലീസ് എന്ന് പറയുന്നത്. അതിശക്തനാണ് ഹെർക്കുലീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി പരീക്ഷിക്കുന്ന 12 ടാസ്കുകൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു. ആ 12 ടാസ്കിൽ 11ാമത്തെ ടാസ്ക് എന്ന് പറയുന്ന മൂന്ന് കന്യകമാരുണ്ട്. ഹെസ്പറ എന്ന് പറയുന്ന 3 കന്യകമാർ. ഇവരുടെ ഒരു തോട്ടമുണ്ട്. ഈ തോട്ടത്തിൽ നിന്നും സ്വർണ്ണ ആപ്പിളുകൾ മോഷ്ടിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ടാസ്ക്കായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ടാസ്കിൽ വിജയിക്കുന്നുണ്ട്.
അപ്പം അതിൻ്റെ ഒരു റെഫറൻസാണ് അദ്ദേഹം ചിലപ്പോൾ കുട്ടിയായിരുന്ന ആർ സ്റ്റീവൻസൺ ഈ കഥകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകണം. അപ്പോൾ കേട്ടപ്പോൾ ആ സ്ഥലം സന്ദർശിക്കണം, എന്നെങ്കിലും ഒരിക്കൽ കാണണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഈ സ്വർണ്ണാപ്പിളുകൾ വിളയുന്ന സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാണണമെന്നുള്ള ആഗ്രഹം, അല്ലെ ഒരുപക്ഷെ റോമിൽ തന്നെ പോകണമെന്നുള്ള ആഗ്രഹമായിരിക്കാം അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നമ്മളോട് പറഞ്ഞു തരുന്നത്. വേർ ബിലോ അനദർ സ്കൈ, മറ്റൊരാകാശത്തിൻ കീഴിൽ പാരറ്റ് ഐലൻഡ്സ് സാങ്കേറ്റ് ലൈ. പാരറ്റ് ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പക്ഷികൾ മാത്രം കാണപ്പെടുന്ന ഒരു ഐലൻഡാണ് പാരറ്റ് ഐലൻഡ്സ്. അപ്പം ഈ പാരറ്റ് ഐലൻഡിലേക്കും അദ്ദേഹത്തിന് പോകണം എന്ന് അദ്ദേഹം പറയുന്നു. കുട്ടിയായ ആർ എൽ സ്റ്റീവൻസൺ നമ്മളോട് പറഞ്ഞു തരുന്നു. ആൻഡ് വാച്ച്ഡ് ബൈ കോക്കറ്റൂസ് ആൻഡ് ഗോഡ്സ്. അവിടെ പിന്നീട് അദ്ദേഹത്തിന് കാണാൻ ആഗ്രഹമുള്ളത് കോക്കറ്റൂസ്. കോക്കറ്റൂസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ തത്തയാണ് കോക്കറ്റൂസ്. ഈ കോക്കറ്റൂസിനെയും കാണണമെന്ന് അദ്ദേഹം, കോക്കറ്റൂസിനെയും ഗോഡ്സിനെയും എല്ലാം കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ലോൺലി ക്രൂസോസ് ബിൽഡിംഗ് ബോട്ട്സ്. പിന്നീട് അദ്ദേഹത്തിന് കാണാൻ ആഗ്രഹമുള്ളത് ലോൺലി ക്രൂസോ എന്ന് പറയുന്നത് റോബിൻസൺ ക്രൂസോയാണ്. റോബിൻസൺ ക്രൂസോ എന്നത് ഡാനിയൽ ഡിഫോ എന്ന എഴുത്തുകാരൻ്റെ പ്രസിദ്ധമായൊരു നോവലാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോ ഒരു നാവികനാണ്. അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ ഒരു അപകടത്തിൽപ്പെടുകയും അദ്ദേഹം എങ്ങനെയോ ഒരു ഒറ്റപ്പെട്ട ദ്വീപിലെത്തുകയും ചെയ്യുന്നു. അവിടെ അദ്ദേഹം മാത്രമാണ് ഏക മനുഷ്യജീവി. അവിടെ ജീവിക്കുന്ന ഏക മനുഷ്യജീവി റോബിൻസൺ ക്രൂസോ മാത്രമാണ്. റോബിൻസൺ ക്രൂസോ ആ ഐലൻഡിൽ അദ്ദേഹം സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാനായിട്ട് അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളാണ് ആ ഒരു നോവലിൻ്റെ പ്രതിപാദ്യ വിഷയം. അപ്പം ഒരേ സമയം അദ്ദേഹത്തിന് ആഹാരം കണ്ടെത്തണം, അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കണം. അങ്ങനെ കുറേ വർഷങ്ങൾ അദ്ദേഹത്തിന് അവിടെ ജീവിക്കേണ്ടി വന്നു. അപ്പം ഇതിൻ്റെ റെഫറൻസാണ്. അങ്ങനെ ആരെങ്കിലും തകർച്ചയിലകപ്പെട്ട്, ഒരു കപ്പൽ തകർച്ചയിലകപ്പെട്ട് ഏതെങ്കിലും ഐലൻഡിൽ, ഏതെങ്കിലും ഒരു ദ്വീപിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ കാണണം. അവർ ബോട്ടുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അവരെ കാണണം. അങ്ങനെ ഒറ്റപ്പെട്ട ഐലൻഡുകളിലേക്ക് പോകണം എന്നും ആര് പറയുന്നു? ആർ എൽ സ്റ്റീവൻസൺ പറയുന്നു. Wherein sunshine reaching out, eastern cities miles about. കിഴക്കൻ നഗരങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകണമെന്ന് അദ്ദേഹം പറയുന്നു. കാതങ്ങൾക്കപ്പുറമുള്ള കിഴക്കൻ നഗരങ്ങളിലേക്ക് പോകണമെന്ന് പറയുന്നു. അവിടെ മോസ്കുകൾ, മുസ്ലിം പള്ളികൾ കാണണമെന്നും അതിൻ്റെ താഴികക്കുടങ്ങൾ കാണണമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എവിടെയാണത്? എമംഗ് സാൻഡി ഗാർഡൻ സെറ്റ്. അപ്പം മണലാരണ്യത്തിന് നടുവിലുള്ള പള്ളികളും കാഴികക്കുടങ്ങളും കാണണമെന്നാണ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ആൻഡ് ദ റിച്ച് ഗുഡ്സ് ഫ്രം നിയർ ആൻഡ് ഫാർ. അപ്പം വിവിധ ദേശങ്ങൾ, നിയർ ആൻഡ് ഫാർ മീൻസ് വിവിധ ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സമ്പന്നമായ വസ്തുക്കൾ വിൽക്കുന്ന, ഹാങ് ഫോർ സെയിൽ, വിൽപ്പനയ്ക്കായി തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? ഇൻ ദ ബസാർ മീൻസ് മാർക്കറ്റ്, ചന്തകളും അദ്ദേഹത്തിന് കാണണമെന്ന് അദ്ദേഹം പറയുന്നു. വേർ ദ ഗ്രേറ്റ് വാൾ റൗണ്ട് ചൈന ഗോസ്. പിന്നെ പോകേണ്ടത് എവിടെയാണ്? വൻമതിൽ കാണാൻ, ചൈന വൻമതിൽ കാണാൻ അദ്ദേഹത്തിന് പോകണമെന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് ഓൺ വൺ സൈഡ് ദ ഡെസേർട്ട് ബ്ലോസ്. ഒരു ഭാഗത്ത് മരുഭൂമിയിൽ നിന്നുള്ള കാറ്റിൻ്റെ ചുളം വിളി കേൾക്കണമെന്നും, മറുഭാഗത്ത് സിറ്റിയിൽ നിന്നുള്ള വിത്ത് ദ ബെൽ ആൻഡ് വോയിസ് ആൻഡ് ഡ്രം സിറ്റീസ് ഓൺ ദ അതർ ഹം. മറുഭാഗത്തുള്ള സിറ്റിയിൽ നിന്നും ബെല്ലിൻ്റെയും ഡ്രമ്മിൻ്റെയും ഒക്കെ ശബ്ദം കേൾക്കണമെന്നും അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു.